വാഹനാപകടത്തിന്റെ മറവിൽ ഈരാറ്റുപേട്ടയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിനെതിരെ പോലീസിൽ പരാതി നൽകി. നഗരസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരം കൗൺസിലർമാരായ സുനിൽകുമാർ, അമീൻ പിട്ടയിൽ എന്നിവരാണ് പരാതി നൽകിയത്. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളുടെ ലിങ്കുകളും പ്രിന്റുകളും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. കൗൺസിലർമാരായ സവാദ് ഇഞ്ചക്കാടൻ, അഫ്സൽ വെള്ളൂപ്പറമ്പിൽ, അഫ്സൽ ഇജാസ് എന്നിവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നടന്നൊരു വാഹനാപകടവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈരാറ്റുപേട്ടയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ ഒരു പ്രതികരണം ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റു കുറേ പേർ ഈരാറ്റുപേട്ടയെ വർഗീയമായിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം വരുന്നത് മനസ്സിലാക്കിയ ഈരാറ്റുപേട്ട നഗരസഭ കൗൺസിലർമാർ ഐക്യകണ്ഠേന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും കൂടി തീരുമാനിച്ച് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഈരാറ്റുപേട്ടയെ വർഗീയമായി ചിത്രീകരിച്ച് പാകിസ്ഥാൻ എന്ന് ഉൾപ്പെടെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഈരാറ്റുപേട്ട നഗരസഭയിലെ കൗൺസിലർമാർ എന്ന രീതിയിലും അല്ലാതെ വ്യക്തിപരമായി ഈരാറ്റുപേട്ടക്കാരൻ എന്നുള്ള രീതിയിലും ഞങ്ങളുടെയൊക്കെ തീരുമാനം ആയതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പം കൊണ്ടുവന്ന് കുറച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കുറേ പേജുകൾക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ വ്യാജ പ്രചരണം ഈരാറ്റുപേട്ടയ്ക്കെതിരെ ആരോപിക്കുന്ന എല്ലാവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിച്ചു. അതിനിടെ അജീഷ് പി എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് തങ്ങളുടെ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റിട്ടു എന്ന പരാതിയുമായി സ്വകാര്യ കാർ സ്ഥാപന ഉടമയും രംഗത്തെത്തി. വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിപ്പോയ ഒരു ഷോറൂമിന്റെയും തങ്ങളുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പകർത്തിയ കാറിന്റെ ചിത്രവും വെച്ചാണ് അപകീർത്തിപരമായ പോസ്റ്റ് ഇട്ടതെന്ന് തെക്കേക്കരയിൽ പ്രവർത്തിക്കുന്ന കാർ ഫോർ യു എന്ന സ്ഥാപന ഉടമയായ നെൽബിൻ പറഞ്ഞു. ഞാനൊരു പരാതി കൊടുക്കാൻ വേണ്ടി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ വന്നതാണ്. വേറൊന്നുമല്ല, കാർഫോറി പ്രിയോൺസ് കാർ എന്നൊരു ന്യൂസിലാൻഡ് ഷോറൂം നടത്തുന്നതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ അത്രമാത്രം ആക്റ്റീവായിട്ട് വളരെ സത്യസന്ധമായിട്ട് രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോറൂമാണ്, ന്യൂസിലാൻഡ് ഷോറൂമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് കസ്റ്റമർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഷോറൂമിൻ്റെ ഒരു പേര് വെച്ചിട്ട്, അതായത് ഈ കാണുന്നതാണ്, അതായത് ഈ കാണുന്ന ഒരു കാറിൻ്റെ ഫോട്ടോ, നമ്മുടെ കാറ്റലോഗിൽ ഇട്ടേക്കുന്ന ഒരു കാറിൻ്റെ ഫോട്ടോയും വേറൊരു ഷോറൂമിൻ്റെ, അതായത് 8 വർഷം മുമ്പ് ഈരാറ്റുപേട്ട നിർത്തിപ്പോയൊരു ഷോറൂമിൻ്റെ ഒരു വീഡിയോയും കൂടെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരിക്കലും ഇവിടെ പോയി വണ്ടി എടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഫോട്ടോ ഒരു സ്റ്റോറി ഇട്ടേക്കുവാണ്. അതായത് അജേഷ് പി എന്ന് പറഞ്ഞുകൊണ്ടൊരു അക്കൗണ്ടിൽ നിന്നാണ് ഇട്ടേക്കുന്നത്. ഇതിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ വന്നതാണ്. കാരണം നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. ഒരു ഡിഫോൾട്ടോ കാര്യങ്ങളോ ഇന്ന് വരെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു സിംഗിൾ കമൻറ്റ് പോലും വരാതെ അത്രയേറെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ നടത്തുന്ന ഒരു ഷോറൂമിനെതിരെയാണ് ഇങ്ങനെ ഒരു അപകീർത്തിപ്പെടുന്നത്. അതായത് മോളത്തെ ഷോറൂമിന്റെ ലിസ്റ്റ് കൊടുത്തേക്കുന്നത് ഇത് വേറെ ഒരു 8 കൊല്ലം മുമ്പ് നിർത്തിക്കുന്ന ഒരു ഷോറൂമാണ്. അതുമല്ല, ഇത് എൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന ഒരു കാറിന്റെ ഫോട്ടോയാണ്. ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയാണ് ഇതൊരു അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ കൊടുത്താണ്. അതിന്റെ റിസീപ്റ്റ്, ആ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തതിന്റെ റിസീപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ റിസീപ്റ്റാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് ഇട്ടതാണ്. ഇങ്ങനത്തെ ഫേക്ക് ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള നെഗറ്റീവും കാര്യങ്ങളും ആൾക്കാർ കണ്ട് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.